ഈശോയിൽ സ്നേഹം നിറഞ്ഞവരെ, കടൽ കടന്ന കനൽ വഴികൾ പാഠവും പൊരുളും വർത്തമാന പുസ്തകം ഒരു ചരിത്ര വിചാരം നമ്മുടെ ക്ലാസ്സുകൾ മുന്നോട്ട് പോകുന്നു. ഇത് 45-ാം പാഠമാണ് നമ്മൾ പഠിക്കുക. പേജ് നമ്പർ 231 മുതൽ 238 വരെയുള്ള പേജുകളിലാണ് ഇത് കാണുക. എൻ്റെ പാഠഭാഗം കാണുന്നത് ജോൺ മാളിയേക്കൽ സാറ് ഭാഷാന്തരം നടത്തിയ പുസ്തകമാണ് നമ്മൾ പഠനത്തിന് വിധേയമാക്കുന്നത്. 43-ാമത്തെ ക്ലാസ്സാണ്, അതിൽ 45-ാമത്തെ പാഠം. ഒരു നിമിഷം പ്രത്യേകമായി പ്രാർത്ഥിക്കാം. ഈശോയെ, നിൻ്റെ അനന്തമായ കാരുണ്യത്തിനും സ്നേഹത്തിനും കരുതലിനും നിൻ്റെ സജീവമായ സാന്നിധ്യത്തിനും ഞങ്ങൾ നന്ദി പറയുന്നു. നീ ഞങ്ങൾക്ക് നൽകുന്ന കരുതൽ, സ്നേഹത്തിൻ്റെ കരുതൽ ഞങ്ങൾ മനസ്സിലാക്കുന്നു. ഈശോയെ, ഞങ്ങളുടെ മേൽ കൃപയായിരിക്കണമേ. ഈശോയെ, ഞങ്ങളുടെ മേൽ കരുണയായിരിക്കണമേ. നിൻ്റെ സ്നേഹവും കരുതലും ഞങ്ങളുടെ പഠനത്തിലൂടെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. സഭയെ സ്നേഹിക്കുകയും നയിക്കുകയും ചെയ്യുന്ന നിൻ്റെ അനന്തമായ സ്നേഹത്തെ ഞങ്ങൾ മനസ്സിലാക്കുന്നു. അതുപോലെ നല്ലവനായ ഈശോയെ, ഞങ്ങളുടെ ഓരോരുത്തരുടെ വ്യക്തി ജീവിതത്തിൽ സഭയോടുള്ള സ്നേഹത്തിൽ തീഷ്ണതയോടെ വളരുവാനുള്ള കൃപയും അനുഗ്രഹവും ഞങ്ങൾക്ക് നൽകുകയും ചെയ്യണമേ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പാഠഭാഗത്തേക്ക് പ്രവേശിക്കുകയാണ്. പാറേമക തോമാ കത്തനാരുടെ വർത്തമാന പുസ്തകത്തിലെ 45-ാം പാഠത്തെ ആസ്പദമാക്കി പീസ നഗരം മുതൽ റോമയിലെ കർദിനാളുമായുള്ള കൂടിക്കാഴ്ച വരെയുള്ള സംഭവവികാസങ്ങൾ 5 പ്രധാന ആശയങ്ങളിലായിട്ട് വിശദീകരിക്കുകയാണ്. ഒന്നാമത്തേത് വിശുദ്ധ റോസായുടെ തിരുശരീര ദർശനം. പീസ നഗരം പിന്നിട്ട് റോമിലേക്കുള്ള യാത്രയ്ക്കിടയിൽ വിദർബോ എന്ന നഗരത്തിലെത്തിയ സംഘം അവിടുത്തെ ഒരു ഓസ്തീറിയയിൽ, അതായത് ഹോട്ടലിൽ വിശ്രമിക്കുന്നു. അവിടെ വെച്ച് പരിചയപ്പെട്ട ഒരാൾ വഴി അവർ വിശുദ്ധ റോസയുടെ അഴിയാത്ത തിരുശരീരം ദർശിക്കാൻ അവർക്ക് സാധിച്ചു. നൂറ്റാണ്ടുകൾ കഴിഞ്ഞിട്ടും ജീവനുള്ള കണ്ണുകളോടെ ഇരിക്കുന്ന പുണ്യവതിയുടെ ശരീരം കണ്ട് അവർ അത്ഭുതപ്പെടുകയും മലങ്കരയിലെ സഭയ്ക്കും ജനങ്ങൾക്കുമായി അവിടെ വെച്ച് പ്രത്യേകം പ്രാർത്ഥിക്കുകയും ചെയ്തു. രണ്ടാമത്തെ കാര്യമെന്ന് പറയുന്നത് റോമിലെ കഠിനമായ ശൈത്യവും യാത്രയും. 1780 ജനുവരി 3 സംഘം റോമാ നഗരത്തിൽ പ്രവേശിച്ചു. അതിശക്തമായ മഞ്ഞുവീഴ്ചയും തണുപ്പും കാരണം യാത്ര ദുഷ്കരമായിരുന്നു. തണുപ്പ് കാരണം യാത്രക്കാരുടെ പാദങ്ങൾ നീരുവയ്ക്കുകയും വിരലുകൾ വിണ്ടുകീറുകയും ചെയ്തു. എങ്കിലും ദൈവസഹായത്താൽ ലക്ഷ്യസ്ഥാനത്ത് എത്തിയതിൽ അവർ നന്ദി പറയുകയും റോമിൻ്റെ കവാടത്തിൽ വെച്ച് പത്രോസ് പൗലോസ് ലേഖന്മാരുടെ മധ്യസ്ഥത അപേക്ഷിക്കുകയും ചെയ്തു. മൂന്നാമത്തെ കാര്യം പ്രൊപ്പഗന്ദ സെമിനാരിയിലെ സ്വീകരണം. റോമിലെത്തിയ ഉടൻ വിദ്യാർത്ഥികളെ പ്രൊപ്പഗന്ദ സെമിനാരിയിൽ ഏൽപ്പിച്ചു. അവിടെ വെച്ച് മുൻപേ പഠിക്കാൻ പോയിരുന്ന മലയാളി വൈദിക വിദ്യാർത്ഥികളെയും കൽദായ സുറിയാനിക്കാരെയും അവർ കണ്ടുമുട്ടി. തുടർന്ന് മോൺസിഞ്ഞോർ ബോർജിയയെ കാണാൻ പോയപ്പോൾ തങ്ങൾക്കെതിരായി കേരളത്തിലെ മിഷണറിമാർ കൊടുത്തുവിട്ട കത്തുകൾ മുദ്ര പൊട്ടിക്കാത്തവ അവർ അദ്ദേഹത്തിന് കൈമാറി. ഇത് അവരുടെ സത്യസന്ധത വെളിപ്പെടുത്താനായിരുന്നു. 4. കർദിനാൾ കസ്തല്ലിയുടെ ശകാരവർഷം. പ്രൊപ്പഗാന്തയുടെ അധ്യക്ഷനായ കർദിനാൾ കസ്തല്ലിയ അവരെ കാണാൻ പോയപ്പോൾ മൽപ്പാന്, നമ്മുടെ കരിയാറ്റിൽ മൽപ്പാന് കഠിനമായ പരിഹാസവും ശകാരവുമാണ് നേരിടേണ്ടി വന്നത്. കേരളത്തിലെ മിഷണറിമാർ നൽകിയ തെറ്റായ വിവരങ്ങളനുസരിച്ച് മൽപ്പാൻ നാട്ടിൽ കുഴപ്പമുണ്ടാക്കുന്നവനാണെന്നും രാജാധികാരം ഉപയോഗിച്ച് സഭയെ ഭീഷണിപ്പെടുത്തുകയാണെന്നും കർദിനാൾ കുറ്റപ്പെടുത്തി. പട്ടിയെപ്പോലെ ഓടിക്കുമെന്നുവരെ അദ്ദേഹം ആക്രോശിച്ചു. അതുപോലെയാണ് കേരളത്തിൽ നിന്നും ഉള്ള മിഷണറിമാർ ഈ മൽപ്പാനെതിരെയുള്ള കാര്യങ്ങൾ റോമിൽ ധരിപ്പിച്ചു വച്ചിരുന്നത്. സഭാപരമായ വിവേചനവും മൽപ്പാൻ്റെ മറുപടിയും. മാർത്തോമ മെത്രാൻ വിശ്വാസം സ്വീകരിക്കാൻ തയ്യാറാണെന്ന് മൽപ്പാൻ പറഞ്ഞത് ശുദ്ധ നുണയാണെന്ന് കർദിനാൾ വിളിച്ചു. കർദിനാൾ അങ്ങനെയാണ് വിധിക്കുന്നത്. അദ്ദേഹം പറയുന്നത്, മൽപ്പാൻ പറയുന്നത് ശുദ്ധ നുണയാണ്. കാരണം കേരളത്തിൽ നിന്ന് കൊടുത്തിരിക്കുന്ന ലെറ്റർ അനുസരിച്ച് കുറ്റപ്പെടുത്തിക്കൊണ്ടാണ് മൽപ്പാനെ സഭയ്ക്ക് എതിരായിട്ടുള്ള വ്യക്തിയായിട്ട് കണ്ടുകൊണ്ട് മുൻവിധിയോടുകൂടിയാണ് മാർത്തോമ മെത്രാന് ഇവരോട് പെരുമാറുക. പള്ളിയോഗങ്ങൾ അയച്ച വിദ്യാർത്ഥികളെ സ്വീകരിക്കാൻ തനിക്ക് ബാധ്യതയില്ലെന്നും
മെത്രാൻ വഴി മാത്രമേ വരാവൂ എന്ന് അദ്ദേഹം ശഠിച്ചു. മലങ്കര സഭയുടെ ഐക്യത്തെ മിഷണറിമാർ ഭയപ്പെട്ടിരുന്നുവെന്നും ആ ഭയമാണ് കർദിനാളിലൂടെ പുറത്തു വന്നതെന്നും പാറേമക്കൾ നിരീക്ഷിക്കുകയാണ്. ഒടുവിൽ താമസിക്കാൻ ഇടം പോലും നൽകാതെ ആ രാത്രിയെ തന്നെ അവരെ അവിടെ നിന്നും പുറത്താക്കി. നമ്മുടെ പൂർവികർ നമ്മുടെ സഭയോടുള്ള സ്നേഹത്തെ പ്രതി റോമിൽ എത്രമാത്രം കഷ്ടപ്പാടുകൾ സഹിച്ചാണ് അവർ റോമിലെത്തിയത് നമ്മൾ മുൻ ക്ലാസ്സുകൾ നമ്മൾ കണ്ടതാണ്. അവിടെ എത്തിയപ്പോൾ അവർക്ക് കൊടുത്തിരിക്കുന്ന കത്ത് സത്യസന്ധമായ രീതിയിൽ പൊട്ടിച്ചു പോലും നോക്കാതെ അവരെ ഏൽപ്പിച്ചു. അത്ര വിശ്വസ്തയോടെ ഏൽപ്പിച്ചിട്ടും ഈ മിഷണറിമാർ, കേരളത്തിലെ മിഷണറിമാർ മൽപ്പാനെതിരെ കൊടുത്തിരുന്ന തെറ്റായ കാര്യങ്ങൾ, അദ്ദേഹം രാജ്യഭരണത്തിൻ്റെ പവർ ഉപയോഗിച്ചുകൊണ്ട് സഭയ്ക്കെതിരായി പ്രവർത്തിക്കുന്നു, കലഹമുണ്ടാക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൊടുത്തിട്ടുള്ളതുകൊണ്ട് അതിൻ്റെ അടിസ്ഥാനത്തിലാണ് മൽപ്പാനെ അവർ ശകാരിക്കുന്നത്. പട്ടിയെപ്പോലെ പുറത്താക്കുമെന്ന് പറഞ്ഞുകൊണ്ടൊക്കെയാണ് പുറത്താക്കുന്നത്. ഇതാണ് ഇന്നത്തെ ക്ലാസ്സിൻ്റെ ഒരു സാരാംശം. നമുക്കിനി ചോദ്യോത്തരങ്ങളിലേക്ക് പ്രവേശിക്കാം. പീസ നഗരത്തിനു ശേഷം സംഘം സന്ദർശിച്ച ഏത് നഗരത്തിലാണ് വിശുദ്ധ റോസയുടെ തിരുശരീരം ഇരുന്നത്? വിദർഭോ? വിശുദ്ധ റോസയുടെ മുഖത്തിന് കറുപ്പ് നിറം വരാൻ സന്യാസിനി പറഞ്ഞ കാര്യമെന്ത്? ഒരിക്കൽ പള്ളിക്ക് തീ പിടിച്ചപ്പോൾ ഉണ്ടായ ചൂടും എന്നും തലയ്ക്കൽ കത്തിക്കുന്ന മെഴുകുതിരിയുടെ പുകയും കാരണമാണ് മുഖം കറുത്തത്. ഏത് വർഷം ഏതു തീയതിയിലാണ് സംഘം റോമാ നഗരത്തിൽ എത്തിയത്? 1780 ജനുവരി 3. യാത്രക്കിടയിൽ തണുപ്പ് കാരണം യാത്രികർക്കുണ്ടായ ശാരീരിക ബുദ്ധിമുട്ടുകൾ എന്തായിരുന്നു? കാൽപാദങ്ങൾ നീരുവയ്ക്കുകയും വിരലുകൾ വിണ്ടുകീറുകയും ചെയ്തു. റോമിലെ ചുങ്കപ്പുരയ്ക്ക് സമീപമുള്ള പള്ളിയുടെ പേരെന്ത്? മഡോണ ഡെൽ പോപ്പുളോ. റോമിൽ വെച്ച് അവർ കണ്ടുമുട്ടിയ ഞാറയ്ക്കൽക്കാരനായ വൈദ്യവിദ്യാർത്ഥി ആര്? കുഞ്ഞുതുപ്പു മാപ്പിളയുടെ മകൻ കുഞ്ഞിപ്പൗലോസ്. തങ്ങൾക്കെതിരായ മിഷണറിമാർ കൊടുത്തുവിട്ട കത്തുകൾ മൽപ്പാൻ ആർക്കാണ് കൈമാറിയത്? മോൺസിഞ്ഞോർ ബോർജിയയ്ക്ക്. പ്രൊപ്പഗാന്തയുടെ അധ്യക്ഷനായിരുന്ന കർദിനാളിൻ്റെ പേരെന്ത്? കർദിനാൾ കസ്തരി. കേസറിനുള്ളത് കേസറിനും ദൈവത്തിനുള്ളത് ദൈവത്തിനും കൊടുക്കുക എന്ന വചനം മൽപ്പാൻ ഉദ്ധരിക്കാൻ കാരണമെന്ത്? തങ്ങൾ പോർച്ചുഗൽ രാജ്യാധികാരത്തെ സഭയ്ക്കെതിരെ ഉപയോഗിക്കുന്നുവെന്ന കർദിനാളിൻ്റെ ആരോപണത്തിന് മറുപടി നൽകാൻ. മാർത്തോമ മെത്രാൻ്റെ വിശ്വാസ പ്രഖ്യാപനത്തെ കർദിനാൾ വിശേഷിപ്പിച്ചത് എങ്ങനെ? ശുദ്ധ ഭോഷ്ക് അല്ലെങ്കിൽ ശുദ്ധ നുണയെന്ന്. പള്ളിയോഗങ്ങൾ വിദ്യാർത്ഥി അയച്ചതിനെ കർദിനാൾ എതിർത്തത് എന്തുകൊണ്ട്? വിദ്യാർത്ഥികളെ അയക്കാൻ മെത്രാന് മാത്രമേ അധികാരമുള്ളൂ എന്നും യോഗത്തിന് അതിൽ അവകാശമില്ലെന്നും അദ്ദേഹം വിശ്വസിച്ചു. ആദ്യ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആ രാത്രി കർദിനാൾ സംഘത്തോട് കൽപ്പിച്ചതെന്ത്? പ്രൊപ്പഗാന്തയിൽ നിങ്ങൾക്ക് ഇടമില്ലെന്നും ഇഷ്ടമുള്ളിടത്ത് പോയി പാർത്തുകൊള്ളാനും പറഞ്ഞവരെ പുറത്താക്കി.